Hello dear students, Assalamu alaikum warahmatullahi wabarakatuh. Are you fine today? I hope you all are fine and safe at your home. Alhamdulillah. Take your textbook and open chapter 23 on the way. നമ്മൾ വഴിയിലൂടെ നടക്കുമ്പോൾ എങ്ങനെ പെരുമാറണം എന്നതിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, all of you listen here. First one, I have good road manners. അഹ്സിനു ഫിത്തരിയഖ്. വഴിയിൽ ആരെ കണ്ടാലും നമ്മൾ നല്ല രീതിയിൽ പെരുമാറണം. അതാണ് ഫസ്റ്റ് വണ്ണായിട്ട് പറയുന്നത്. ഓക്കെ, നിങ്ങളെല്ലാവരും ഇതുപോലെ നല്ല സ്വഭാവം എല്ലാവരോടും കാണിക്കണം. ദെൻ സെക്കൻഡ് വൺ, ഐ ഡു നോട്ട് ഹർട്ട് എനിവൺ അന ലാ ഉദി അഹദൻ. ഒരു ബാഡ് ഹാബിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ വഴിയിലൂടെ പോകുമ്പോൾ ആരെയും ഉപദ്രവിക്കരുത്. ഓക്കെ, അവിടെ ഒരു ഇൻറ്റു ചിഹ്നം കണ്ടില്ല, ക്രോസ് ഔട്ട്. ഓക്കെ, ചീത്ത സ്വഭാവമായതുകൊണ്ടാണ് അത് അങ്ങനെ കാണിക്കുന്നത്. അപ്പം നമ്മൾ ആരെയും ഉപദ്രവിച്ചുകൂടാ. വഴിയിലൂടെ നടക്കുമ്പോൾ കാണുന്നവരോടൊക്കെ നല്ല സ്വഭാവത്തിൽ പെരുമാറുക. അത് നല്ല ശരിയായ സ്വഭാവമാണ്. ഓക്കെ, മിസ്സിൻ്റെ കുഞ്ഞു മക്കളെല്ലാവരും ഇതുപോലെ എല്ലാവരോടും പെരുമാറണം. നല്ല രീതിയിൽ പെരുമാറുക. ഐ ഡു നോട്ട് ഹർട്ട് എനിവൺ. ആരെയും ഉപദ്രവിക്കരുത്. ഓക്കെ, ഇതൊരു ബാഡ് ഹാബിറ്റാണ്. ടെക്സ്റ്റ് ബുക്കിലെ ഓരോ പിക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും, ഗുഡ് ഹാബിറ്റ് ഏതാണെന്നും ബാഡ് ഹാബിറ്റ് എന്താണെന്നും. എല്ലാവരും പിക്ക് നല്ലവണ്ണം ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. ഓക്കെ, ദെൻ തേർഡ് വൺ, ഐ യൂസ് ബീൻ ഇസ്തഖ്ദിമു സല്ല. ലുക്ക് അറ്റ് ദി പിക്ചർ. നിങ്ങൾ വഴിയിൽ എവിടെയെങ്കിലും വേസ്റ്റ് മെറ്റീരിയൽ, അനാവശ്യമായ വസ്തുക്കൾ കിടക്കുന്നത് കണ്ടാൽ അത് എടുത്തിട്ട് അതിൻ്റെ ശരിയായ സ്ഥാനത്ത് നിക്ഷേപിക്കുക. ഓക്കെ, പിക്ചറിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാകും. എന്തെങ്കിലും വേസ്റ്റുകൾ വഴിയിൽ എവിടെയും നിങ്ങൾ പോകുമ്പോൾ കിടക്കുന്നത് കണ്ടാൽ അതെടുത്തിട്ട് ഇവിടെ വേസ്റ്റ് ബോക്സോ അല്ലെങ്കിൽ വേസ്റ്റ് ഇടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും, അവിടെ നിങ്ങൾ നിക്ഷേപിക്കുക. ഓക്കെ, ഐ യൂസ് ബീൻ ഇസ്തഖ്ദിമു സല്ലത്ത്. ഓക്കെ, പിക്ചറിൽ കുട്ടി ചെയ്യുന്നത് കണ്ടില്ലേ, വേസ്റ്റുകളൊക്കെ അതിൻ്റെ ശരിയായ സ്ഥാനത്ത് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. മിസ്സിൻ്റെ കുഞ്ഞു മക്കളെല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്യണം. ദെൻ ഫോർത്ത് വൺ, ഐ ഹേറ്റ് ലിറ്ററിങ് അക്രഹു റംയൽ നുഫയാത്ത്. ലുക്ക് അറ്റ് ദി പിക്ചർ. ചിത്രത്തിൽ കാണുന്നത് പോലെ നിങ്ങൾ വേസ്റ്റുകൾ കണ്ടാൽ അത് വഴിയിൽ നിക്ഷേപിക്കരുത്. നിങ്ങളുടെ കയ്യിൽ വേസ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് പൊതുവഴിയിൽ നമ്മൾ നടക്കുന്ന ഫുട്പാത്തിൽ ഒരിക്കലും നിക്ഷേപിക്കരുത്. അതൊരു ബാഡ് ഹാബിറ്റാണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് പല രോഗങ്ങളും സംഭവിക്കാം. ഓക്കെ, അപ്പോൾ പിക്ചറിൽ കാണുന്നത് പോലെ റോങ് മാർക്ക് തെക്ക് ചെയ്തത് കണ്ടില്ലേ. അപ്പോൾ അതൊരു ബാഡ് ഹാബിറ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. എന്താണ്, നിങ്ങൾ ഐ യൂസ് ബീൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്തഖ്ദിമു സല്ല, നിങ്ങൾ അത് വേസ്റ്റ് ബോക്സിൽ തന്നെ നിക്ഷേപിക്കണം. ഓക്കെ, ഡിയർ കിഡ്സ്, വൺസ് മോർ ലിസൺ ദിസ് ചാപ്റ്റർ. വഴിയിലൂടെ നടന്നു പോകുമ്പോൾ പാലിക്കേണ്ട ഗുഡ് ഹാബിറ്റുകളെ കുറിച്ചും ബാഡ് ഹാബിറ്റുകളെ കുറിച്ചുമാണ് ഈ ചാപ്റ്ററിലൂടെ പറയുന്നത്. ഇത് നിങ്ങൾ പാലിക്കുക തന്നെ വേണം. അള്ളാഹുവിൻ്റെ ഒരുപാട് പ്രതിഫലങ്ങൾ നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നതാണ്. ബാഡ് ഹാബിറ്റ് കാണിച്ചാൽ അതിനുള്ള ശിക്ഷയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മിസ്സിൻ്റെ കുഞ്ഞു മക്കളെല്ലാം നല്ല രീതിയിൽ പെരുമാറാൻ തയ്യാറല്ലേ? ഓക്കെ, മിസ്സ് ചാപ്റ്റർ ഒന്നും കൂടി പറഞ്ഞു തരാം. ഫസ്റ്റ് വൺ, ഐ ഹാവ് ഗുഡ് റോഡ് മാനേഴ്സ്. വഴിയിലൂടെ നടന്നു പോകുമ്പോൾ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുക. ദെൻ സെക്കൻഡ് വൺ, ഐ ഡു നോട്ട് ഹർട്ട് എനിവൺ. ആരെയും ഉപദ്രവിക്കരുത്. വഴിയിലൂടെ നടന്നു പോകുമ്പോൾ നമ്മൾ ആരെയും കാണുകയാണെങ്കിൽ അവരൊന്നും ഉപദ്രവിക്കാതെ അവരോടൊക്കെ നല്ല രീതിയിൽ പെരുമാറിയിട്ട് വേണം പോവാൻ. ദെൻ തേർഡ് വൺ, ഐ യൂസ് ബീൻ. വേസ്റ്റുകളൊക്കെ കറക്റ്റ് സ്ഥലത്ത് തന്നെ നിക്ഷേപിക്കുക. ദെൻ ഫോർത്ത് വൺ, ഐ ഹേറ്റ് ലിറ്ററിങ്. വേസ്റ്റുകൾ പൊതു സ്ഥലത്ത് നിക്ഷേപിക്കാതിരിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മിസ്സിൻ്റെ കുഞ്ഞു മക്കൾ മനസ്സിലാക്കണം. അത് ഡെയിലി ലൈഫിൽ പ്രാവർത്തികമാക്കുകയും വേണം. ഓക്കെ, എല്ലാവരും റെഡിയല്ലേ?
ഓക്കെ, നല്ല രീതിയിൽ ഈ ചാപ്റ്റർ പഠിച്ച് മനസ്സിലാക്കുക. ഓക്കെ, all of you study well this chapter and practice in your daily life. Okay, thank you. Assalamu alaikum.